ഹായ് ഫ്രണ്ട്സ്, +2 റീവാലുവേഷൻ്റെയും അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയൊക്കെ ഡേറ്റ് വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ റീവാലുവേഷൻ കൊടുത്ത ശേഷം അഥവാ മാർക്ക് കുറഞ്ഞു പോയാൽ എന്താ ചെയ്യുക, ഇപ്പോൾ കിട്ടിയ മാർക്കും കൂടി പോവുമോ എന്നുള്ള കാര്യം. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം റീവാലുവേഷൻ്റെ കാര്യം നോക്കാം. റീവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആൻസർ പേപ്പർ ഒന്നുകൂടി ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പോൾ കിട്ടിയ മാർക്ക് കറക്റ്റ് അല്ല, ആക്യുറേറ്റ് അല്ല, ഒന്നും കൂടി അത് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാലുവേഷന് വേണ്ടിയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഉറപ്പാണ് ഇത്ര മാർക്ക് പോരാ, കുറച്ചും കൂടി എന്തായാലും ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം. റീവാലുവേഷൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാം, 500 രൂപയാണ് റീവാലുവേഷന് ഒരു പേപ്പറിന് വരുന്നത്. സോ റീവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഓൾറെഡി കിട്ടിയ മാർക്കിനേക്കാളും കുറവാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 വട്ടം വാല്യൂ ചെയ്ത ശേഷവും ഏറ്റവും കൂടുതൽ മാർക്ക് ഏതാണോ അതാണ് നിങ്ങളുടെ ഫൈനൽ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇന്നലെ നിങ്ങളുടെ റിസൾട്ട് വന്ന സമയത്ത് സപ്പോസ് നിങ്ങൾക്ക് ഒരു 45 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. ഇനി റീവാലുവേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് വെറും 40 മാർക്കാണ് രണ്ടാമത് നോക്കുമ്പോൾ കിട്ടിയതെങ്കിലും നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയ 45 മാർക്കായിരിക്കും ഫൈനലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റീവാലുവേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് മാർക്ക് കൂടിയാൽ അത് നിങ്ങൾക്ക് ഭാഗ്യമാണ്, നിങ്ങളുടെ മാർക്ക് കൂടിയ മാർക്ക് കൺസിഡർ ചെയ്യും. ഇനി അതല്ല, മാർക്ക് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഉണ്ടല്ലോ, അത് അവിടെ തന്നെ ഉണ്ടാവും. ഈ ഒരു ഡൗട്ട് കുറേ പേർക്കുണ്ട്. എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയുള്ള മാർക്കും കൂടെ പോകുമോ എന്നുള്ള പേടിയൊക്കെ. അപ്പം ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ കാര്യമാണ്. ഇതും സെയിം തന്നെയാണ്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ വരുന്നത് ജൂൺ മുതലാണ്. ജൂണിലുള്ള എക്സാമിനേഷൻ്റെ ടൈം ടേബിളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാമിനേഷന് മാർക്ക് നിങ്ങൾ വിചാരിച്ചത്രയും കിട്ടിയില്ല, നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചിട്ട് ആ മാർക്ക് കൂട്ടാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വട്ടം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ എഴുതാം. ഒരാൾക്ക് ഒറ്റൊരു പേപ്പർ മാത്രമാണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറവുള്ള ഒരു പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കൊടുക്കാം. ജൂൺ വരെ സമയമുണ്ട്, അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിരിക്കും. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷനും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വന്ന ശേഷം ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണോ കിട്ടുന്നത് ആ മാർക്കാണ് ഫൈനലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയ ശേഷം നിങ്ങൾക്ക് മാർക്ക് ഒന്നും കൂടിയിട്ടില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം മാർക്ക് തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും കുറവാണെന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള മാർക്ക് തന്നെ അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. എഴുതി നോക്കിയിട്ട് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് കൂടും. ഇനിയിപ്പം കൂടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഉള്ള മാർക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു ഡൗട്ടിൻ്റെ പേരിൽ ആരും അപ്ലൈ ചെയ്യാതിരിക്കണ്ട. 13-ാം തീയതിയും 14-ാം തീയതിയും കൂടിയേ നിങ്ങൾക്ക് സമയമുള്ളൂ. എല്ലാവരും പോയിട്ട് ഇമ്പ്രൂവ്മെൻറ്റിനും അതുപോലെ തന്നെ റീവാലുവേഷനൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.